നമ്മളെ കേരളത്തിൽ ഇറങ്ങണ ഒട്ടുമിക്ക വണ്ടികളും ഇവിടെ തന്നെ ഇറങ്ങണേ. ഏകദേശം വലിച്ചു വാരി കൊടുക്കണമെന്നാണ്. ഇപ്പൊ ഉള്ളത് ബാംഗ്ലൂരാണ്. 2 വണ്ടി സ്റ്റോപ്പ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് കാണിച്ചിടാം. 11 V ആണ്, 13 G4 ആണ്. അപ്പൊ ബാംഗ്ലൂർ പോവാണ്. 2 വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഈ വ്ളോഗിലുള്ളത്. വ്ളോഗല്ല, നമ്മൾ വണ്ടിന്റെ എല്ലാ കണ്ടീഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള ചെറിയൊരു ഒയ്ക്കിൽ ഇങ്ങനെ പോവാം. അതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ബാംഗ്ലൂർ ടു കേരള എന്നുള്ളൊരു വീഡിയോ. അപ്പൊ അതുപോലല്ല, അതിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പ് കണ്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളവിടുന്ന് പോണത്, വണ്ടിന്റെ കണ്ടീഷന്, വണ്ടി ഓടിച്ചിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിത് 2 വണ്ടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. വണ്ടി ഇന്ന് രാവിലെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പോവാണ്. ഏകദേശം 8:45 നമുക്ക് ബസ്സുള്ളത്. നമ്മൾ ബസ്സിനാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ട്രെയിനിലാണ് പോയിരുന്നത്. ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ മിനിമലായിട്ട് നമ്മൾ പോണത്. ഇത് 2 വണ്ടീൻ്റെ സെയിൽ ലെറ്റർ കാര്യങ്ങൾ, അതിൻ്റെ RCൻ്റെ കോപ്പി. ബസ്സിനാണ് പോണത്, SKSനാണ് പോണത്. ഇവിടെ നിലമ്പൂരിൽ നിന്ന് എടുത്തിട്ട് രാവിലെ ഏകദേശം 6:45 കാമ്പാവള് രാവിലെ അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാര്യങ്ങൾ ഇതിൽ ബാക്കിയുണ്ടാവും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ, യൂട്യൂബിൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ അടിക്കാം. അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബാക്കി ഇങ്ങനെ വരും. ഫോളോ കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു കേട്ടോ. നമ്മളെ നിലമ്പൂരിൽ നിന്ന് കയറിയ വണ്ടി ഇതാണ്. ഇത് നോൺ AC വണ്ടിയാണ്. ഇനി നമ്മൾ AC മാറിക്കോറ കേട്ടോ. ഇത് അറിയാം. അപ്പോൾ ഇതാണ് ഇനി ഡയറക്റ്റ് ബാംഗ്ലൂർ. ഓക്കെ, അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കലാശപ്പാടത്ത് ഇറങ്ങി കേട്ടോ. ബസ്സൊക്കെ ഇറങ്ങി. ഇനിയിപ്പം നമ്മൾ മെട്രോ കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ല ഉറക്കം ഇറങ്ങിക്കണേ. നല്ല AC-ലൊക്കെയാണ്, നല്ല ഉറക്കം ഇറങ്ങി. നമ്മൾ മെട്രോ കയറണം. ഇവിടുന്ന് ആദ്യമൊക്കെ നമ്മൾ മെജസ്റ്റിക്കിൽ നിന്ന് മെട്രോ കയറിയാണ്ട് നാഗസാന്ദ്ര പോയി ഇറങ്ങി. ഇപ്പം ഇനി നമ്മൾ ബസ്സിൽ വന്നുകൊണ്ട് കലാശപ്പാടത്ത് നിന്ന് മെട്രോ കയറിയിട്ട് എവിടെ ഇറങ്ങണേ? മാധവാര മാപ്പിൻ്റെ അടുത്ത് തന്നെയാണ്. സ്ഥലത്ത് ചവിട്ടാൻ പറ്റില്ല എന്ന് പോകുമ്പോൾ പറയണേ. ഗൈസ്, നമ്മൾ മെട്രോയിൽ എത്തിക്കുന്നു കേട്ടോ. നമ്മൾ ചിപ്പിട്ട് മാർക്കറ്റിൽ നിന്ന് 4 കിലോ അവക്കാടോ വാങ്ങിക്കണേ. ഇത് വേറെ രസമല്ല അതിലെ മൂടി സാധനം. അങ്ങനെ മാധവാര ഇറങ്ങി നമ്മൾ ഒരു ഓട്ടോക്കാരനായിട്ട് പാർക്കിങ് ചെയ്ത് 100 രൂപ നമ്മൾ 60 രൂപ കഴിയണം. ഇവിടുന്ന് ആകെ 1.5 കിലോമീറ്റർ ഉള്ളൂ. മക്കളെ സ്വാമി പാർക്കിങ്. നമ്മൾ സ്വാമി പാർക്കിങ് എത്തി. അത് ഇച്ച് പറയാനുള്ള എന്താ വെച്ചാൽ ഇച്ച് പറയാനെ കുറിച്ചാണ്. ഈ ചങ്ങായിനെ പറയാന്നുണ്ടെങ്കിൽ ഈ 3 ദിവസം കൊണ്ട് എത്ര കിലോമീറ്റർ ഓടിച്ച്? 1000 കിലോമീറ്റർ ഒരുങ്ങി ഓടിയില്ലേ? 3 വട്ടം ഇപ്പോൾ ബാംഗ്ലൂർ കയറാം. 3ാമത്തെ വട്ടം. ഇന്നലെ, മിഞ്ഞാന്ന്, ഇന്ന്. അങ്ങനെ 3 വട്ടമാണ് ഈ ചങ്ങായി വന്നിട്ടുണ്ട്. ഇവന് എന്തെങ്കിലും വാക്കൻസിന് വല്ല ലോറിക്കും പോകാൻ ആളാണെങ്കിൽ പറഞ്ഞു കേട്ടോ. 1000 കിലോമീറ്റർ 3 ദിവസം കൊണ്ട് ഓടിച്ചെടുത്തിക്കണോ? അപ്പോൾ ഓനെ കുറിച്ച് പറയുന്നത് ഈ സ്വാമി പാർക്കിങ്ങിലാണ് എല്ലാ വണ്ടിയും ഇറങ്ങുന്നത്. ഇപ്പൊ ഫുള്ള് നമ്മളെ കേരളത്തിൽ ഇറങ്ങണ ഒട്ടുമിക്ക വണ്ടികളും ഇവിടെ തന്നെ ഇറങ്ങണേ. ഏകദേശം സ്വാമി പാർക്കിലാണ് ഇറങ്ങണേ. അപ്പൊ നമ്മളെ 2 വണ്ടീൻ്റെ കീ കിട്ടി. പിന്നെ നമ്മൾ വണ്ടി ആവുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പഞ്ചാബത്തെ വണ്ടിയാണ്, ഒന്ന് HR ഹരിയാന വണ്ടിയാണ്. ഓക്കെ, ഡയറക്റ്റ് ഡൽഹിയിൽ നിന്ന് തന്നെയാണ് പർച്ചേസിങ് നടക്കുന്നത്. ഡൽഹി ടു ബാംഗ്ലൂരാണത്. ഓക്കെ, അപ്പോൾ വണ്ടി കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി 2 കീ കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ വണ്ടി അതൊക്കെ കാണിച്ചു തന്നാലോ? ഇതൊക്കെയാണ് വണ്ടി. ഓക്കെ, ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. 2011 സിംഗിൾ ഓണർ, കറക്റ്റും സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മേജറായിട്ട് പരിപാടികൾ, തട്ടുമുട്ട്, ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി തരാൻ പറ്റിയ വണ്ടിയാണ്. ഉഷാർ വണ്ടിയാണ്, ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് ഓട്ടൊക്കെയാണ്. അതുപോലെ 2013 G4 സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. ഓക്കെ, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇപ്പം പുറത്തുനിന്ന് നോക്കണ്ട, 2 വണ്ടിയും പുറത്തുനിന്ന് നോക്കണ്ട. ചെറിയ ബോഡി പരിപാടി ഉണ്ടാവും. ഇൻറ്റീരിയർ ഭാഗം കാണിച്ചിടാം. ഇൻറ്റീരിയർ ഭാഗം സീറ്റർ കാര്യങ്ങളൊക്കെ അത് ഉഷാറാണ്. സെറ്റ് സാധാ G4 അല്ലോ. നമ്മൾ സ്റ്റീൽ നമ്മൾ മാറ്റി കൊടുക്കും. വണ്ടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേ? അതിലാണെങ്കിലും പിന്നെ നമ്മളെ സ്റ്റിയറിങ്ങിൻ്റെ അകത്തൊക്കെ നമ്മൾ ഒരു ഇതും പോയില്ല. ഓക്കെ, പക്ക ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയുണ്ട്. അതുപോലെ നമ്മളെ 11ൻ്റെ നോക്കുകയാണെങ്കിലും കണ്ടീഷൻ ഉണ്ട്, നല്ല കണ്ടീഷൻ ഉണ്ട്. ആൾ ഒറിജിനലാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഗ്ലാസ്സൊക്കെ ഉണ്ട്, 4 ഗ്ലാസും ഉഷാറാണ്.
ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗമാണ് ഒരു നല്ല വൃത്തിയായിട്ട് ഉണ്ടാകുന്നത്. സാധനം തേഞ്ഞിട്ടും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റീരിയോ സ്റ്റോക്ക് സീറ്റാണ് വരുന്നത്, സ്റ്റോക്ക്. അതുപോലെ സീറ്റർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. 7 സീറ്റ് വണ്ടിയാണ് രണ്ടും. പിന്നെ ബാക്ക് കാണിച്ചിടാം. വണ്ടി മേജറായിട്ട് പണികളൊന്നുമില്ല, ഉഷാറ് വണ്ടിയാണ്. ബോഡി ആണെങ്കിലും ചെറിയ ചെറിയ മൈന്യൂട്ട് എന്ന് പറയാൻ പോലും ഇല്ല കേട്ടോ. ബോഡി മൈന്യൂട്ട് ഞാൻ കണ്ടില്ല. ഓക്കെ, ഇതുകൊണ്ട് കണ്ടീഷനിൽ നമുക്ക് സെയിൽ ചെയ്യാം. ഇത്രയും ക്വാളിറ്റി ഉണ്ട്. ഇതിന്മേൽ ചെറിയ ചെറിയ സ്ക്രാച്ചസ്, ഇവിടെ ചെറിയ സ്ക്രാച്ചസ്, അതുപോലെ ഇവിടെ ചെറിയ സ്ക്രാച്ച്, അങ്ങനെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ. ഇതുമല്ല ചെറിയ ചെറിയ ടച്ചപ്പ് ചെയ്യാം. ഇത് നമുക്ക് ഒന്നും ചെയ്യാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 വണ്ടി. അപ്പം ഇനി വണ്ടി വരാണ്ട് 2009 വണ്ടിയുടെ വണ്ടി വരാണ്ട്, അതുപോലെ 2 വണ്ടി ഇനിയും സ്റ്റോക്ക് വരാണ്ട്. അങ്ങനെ നമ്മൾ 2 വണ്ടിക്കും ഫ്യൂലും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടെ നേരെ മൈസൂർ, ഗുണ്ടൽപേട്ട, ബന്ദിപ്പൂർ, ഗൂഡല്ലൂർ, നിലമ്പൂർ അങ്ങനെയാണ് പോകട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് കമ്മി കാരണം എന്നാലും മാക്സിമം ഇടും. ചെറിയ ചെറിയ വീഡിയോസ്, മെയിനായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ.